കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, അതല്ലെങ്കിൽ നാക്ക് അതിന് വഴങ്ങി വരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ കഴിഞ്ഞ ഒരു അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്നുള്ള ഒരു കണ്ടീഷന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിന് അത്രയ്ക്കധികം മെസ്സേജുകളാണ് എനിക്ക് വന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ വർക്കുകൾ അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളിൽ സംസാരം ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് വവ്വൽ സൗണ്ട്സ് ആണ് പറഞ്ഞു തുടങ്ങിക്കേണ്ടത്. നമ്മൾ ആദ്യം തുടങ്ങുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ശബ്ദങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തത് ആ എന്ന് പറയുന്ന സമയത്ത് വാ നന്നായിട്ട് മൗത്ത് ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് ആ എന്നുള്ളത് പ്രൊലോങ്ങേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ശബ്ദം ഈ എന്ന് പറയുമ്പോൾ ലിപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഈ എന്നുള്ളത് നീട്ടി ചെയ്യിപ്പിക്കണം. മൂന്നാമത്തെ ശബ്ദം ഊ ആണ്. ഊ എന്ന് പറയുന്ന സമയത്ത് ലിപ്പ് റൗണ്ടിങ് കറക്റ്റ് ആയിരിക്കണം. ഊ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ പറയുന്ന 3 ശബ്ദങ്ങളും വളരെ സിമ്പിൾ ആയിട്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ പല കുട്ടികൾക്കും ഇത് നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഓൺ ഡിമാൻഡ് അവർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രമല്ല അവരുടെ മൗത്ത് ഓപ്പണിങ്, ലിപ് സ്പ്രെഡിങ്, ലിപ് റൗണ്ടിങ് ഇതെല്ലാം ആഡിക്വേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് അങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തേ എന്നുള്ള കമാൻഡ്സ് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്, നിങ്ങൾ ചെയ്താണ് കാണിക്കേണ്ടത്. അപ്പൊ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പ് മൂവ്മെന്റ്സ് അതുപോലെ നമ്മുടെ ഓറൽ മോട്ടോർ മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ 3 ശബ്ദങ്ങൾക്കും അതിൻ്റെതായ പൊസിഷനിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കണം നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. അത് ഫേസ് ടു ഫേസ് ഇരുന്ന് ചെയ്യാം, അതല്ലെങ്കിൽ മിററിൽ കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് മിറർ നോക്കിയിട്ട് അതുപോലെ ചെയ്യാനായിട്ട് പറയാം. അത് അവരൊന്ന് ഇൻട്രസ്റ്റഡ് ആക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ സംസാരം ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് വീട്ടിൽ ശ്രമിക്കാം. ഞാൻ ഇങ്ങനെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല പാരന്റ്സും വീട്ടിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നും തുടങ്ങുക. കൂടുതൽ വീഡിയോസിനായിട്ടും കുഞ്ഞുങ്ങളുടെ സംസാര ഭാഷ വളർച്ചയ്ക്കുള്ള കാര്യങ്ങളെ പറ്റി അറിയാനായിട്ടും ഈ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.